Dear students, welcome to Learner's World. In this video, I'm going to talk about sorted textile questions and activities, part 2. The Toilet by Zina Malop, Unit 2 Winds of Change, 9th Standard English, New Textbook. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീവിസിറ്റ് ദ സ്റ്റോറി ആൻഡ് റെസ്പോണ്ട് ടു ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ സ്റ്റോറി ഒന്ന് വായിച്ചതിന് ശേഷം താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The public toilet unexpectedly turned out to be a useful and valuable location for the narrator. How did that happen? അതായത് ഒരു പബ്ലിക് ടോയ്ലറ്റ് പെട്ടെന്ന് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഒരു വസ്തുവായിട്ട് മാറുകയാണ് നരേറ്ററിന്. How did that happen? എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? The public toilet became a valuable place for the narrator because it was the only private space where she could read, daydream and write. It also provided her with shelter from rain and biting cold weather. അപ്പോൾ പബ്ലിക് ടോയ്ലറ്റ് നരേറ്റർക്ക് പെട്ടെന്നൊരു യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനായിട്ട് മാറുകയാണ്. അവളുടെ സമയം സ്പെൻഡ് ചെയ്യുന്നത് ടോയ്ലറ്റിലാണ്. അവൾ റീഡ് ചെയ്യുന്നത്, ഡേ ഡ്രീം ചെയ്യുന്നത്, അതുപോലെ എഴുതുന്നതൊക്കെ ടോയ്ലറ്റിൽ വെച്ചിട്ടാണ്. ഈ ഒരു ടോയ്ലറ്റ് അവൾക്ക് ഒരു ഷെൽട്ടറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ആസ് എ റെഫ്യൂജി എന്നുള്ള നിലക്ക് അവൾക്കൊരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ റെയിനിൽ നിന്ന് അവൾക്കൊരു അഭയസ്ഥാനം നൽകുന്നുണ്ട്. അതുപോലെ വളരെയധികം തണുപ്പുള്ള സമയത്ത് അവൾക്ക് ഒരു ഷെൽട്ടർ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. Next, the narrator did not get any support from her family in becoming a writer. Is support and encouragement really necessary to accomplish one's dream? Discuss. നമ്മുടെ നരേറ്റർക്ക് ഫാമിലിയിൽ നിന്ന് അവളൊരു റൈറ്റർ, ആസ് എ റൈറ്റർ എന്നുള്ള നിലയിൽ, ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ അവൾക്ക് ഫാമിലിയിൽ നിന്ന് കാര്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതായത് ഒരാളുടെ ഡ്രീം നേടിയെടുക്കാൻ അവർക്ക് സപ്പോർട്ടും എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനമൊക്കെ ആവശ്യമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിനെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Support and encouragement can be very helpful in achieving one's dreams, providing motivation, encouragement and confidence helpful in achieving goals. When people achieve their dreams through determination, self-belief and hard work, even without external support. സപ്പോർട്ടും എൻകറേജ്മെൻറ്റും ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഹെൽപ്ഫുള്ളാണ് അവർക്ക് അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ നമുക്ക് കിട്ടുന്ന മോട്ടിവേഷൻ, കോൺഫിഡൻസ്, എൻകറേജ്മെൻറ്റ്, ഇതിലൂടെയൊക്കെ നമുക്ക് നമ്മളുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ കഴിയും. പക്ഷെ ചില ആളുകൾ അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നത് അവരുടെ ഒരു ഡിറ്റർമിനേഷനിലൂടെ, അവരുടെ ആ ഒരു നിശ്ചയദാർഢ്യത്തിലൂടെ, അവരുടെ ആ ഒരു കോൺഫിഡൻസിലൂടെ, അവരുടെ ആ ഒരു സെൽഫ് ബിലീഫിലൂടെ, അവർക്ക് അവരിൽ തന്നെയുള്ള അവരുടെ ആ ഒരു വിശ്വാസത്തിലൂടെ, അവരുടെ കഠിനാധ്വാനത്തിലൂടെയൊക്കെയാണ് ചില ആളുകൾ അവരുടെ ഡ്രീംസ് അച്ചീവ് ചെയ്യുന്നത്. നെക്സ്റ്റ്, bitter experiences in life molded Malop the writer. Do you agree? State your reasons. bitter experiences, അതായത് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ നമ്മുടെ എഴുത്തുകാരിനെ, നമ്മുടെ നരേറ്ററിനെ, സിന മലോപ്പിനെ ഒരു റൈറ്ററാക്കി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ടു അഗ്രി, നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ? സ്റ്റേറ്റ് യുവർ റീസൺസ്, അതിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാരണങ്ങളും കൂടി വ്യക്തമാക്കുക. I agree. Bitter experiences molded Malop as a writer. Her loneliness and alienation gave her time to read and daydream. Motivated by memories of writing poems and stories in school days, she gained the insight needed to succeed as a writer. ഒരു റൈറ്റർ എന്ന നിലക്ക് അവളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ബിറ്റർ എക്സ്പീരിയൻസസ്, കൈപ്പേറിയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ തന്നെയാണ് ഗസീന മലോപ്പിനെ ഒരു റൈറ്റർ ആക്കി മാറ്റിയിട്ടുള്ളത്. അവരുടെ ആ ഒരു ലോൺലിനെസ്, അവർ വളരെയധികം ലോൺലിനെസ്, ഏകാന്തത അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ വളരെയധികം ബോർഡായിരുന്നു. അപ്പോൾ ആ ഒരു സമയങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ സ്പെൻഡ് ചെയ്തതുകൊണ്ടാണ് അവരൊരു റൈറ്ററായിട്ട് മാറിയിട്ടുള്ളത്. ആ ഒരു ലോൺലിനെസ്സും എലിനേഷൻ, ആ ഒരു ഒറ്റപ്പെടൽ അവർക്ക് ഒരുപാട് സമയം വായിക്കാനും ഡേ ഡ്രീമിനൊക്കെ കിട്ടുന്നുണ്ട്.
അതുപോലെ അവരുടെ സ്കൂൾ ഡേയ്സിലുള്ള മെമ്മറീസ്, സ്കൂൾ മാഗസിനിലൊക്കെ ഉൾപ്പെടുത്താൻ ഒരുപാട് പോംസും സ്റ്റോറീസൊക്കെ എഴുതുമായിരുന്നു. അതൊക്കെ അവരെ ഒരു റൈറ്റർ എന്നുള്ള നിലയിലെത്തിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. The narrator was always excited to go to the park and occupy the toilet, substantiate the statement. നരേറ്റർ എല്ലായ്പ്പോഴും പാർക്കിൽ പോവാനും ടോയ്ലറ്റിൽ പോവാനൊക്കെ വളരെയധികം ആകാംക്ഷ കാണിക്കാറുണ്ട്. അത് ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The narrator was excited to go to the park's toilet because it was her only private space to read, daydream and write. നരേറ്റർ പാർക്കിലുള്ള ടോയ്ലറ്റിൽ പോകാൻ വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം അതാണ് അവൾക്കുള്ള ആകെയുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് എന്ന് പറയുന്നത്. അവിടെ വെച്ചിട്ടാണ് അവൾ ഡേ ഡ്രീം, ദിവാസ്വപ്നം കാണുന്നതും എഴുതുന്നതും വായിക്കുന്നതൊക്കെ. In Johannesburg, she aimed to start a new career. This private space of the toilet helped her grow into a successful writer. ഈ ജോഹാൻസ്ബർഗിലേക്ക് വരുമ്പോൾ തന്നെ ഒരു കരിയർ ബിൽഡപ്പ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെ ആയിരുന്നു. പക്ഷേ ഇവിടെ ഈ ഒരു പ്രൈവറ്റ് സ്പേസിൽ ഇരിക്കുന്ന സമയത്ത് അവളുടെ ആ ഒരു ക്രിയേറ്റിവിറ്റി ആസ് എ റൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സക്സസ്ഫുൾ റൈറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി വളരെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Yes, how did the narrator adapt to the fact that the toilet was not hers? എങ്ങനെയാണ് നരേറ്റർ അക്സെപ്റ്റ് ചെയ്തത് ആ ഒരു ഫാക്റ്റ്, ആ ഒരു വസ്തുത, പബ്ലിക് ടോയ്ലറ്റ് തൻ്റേതല്ല എന്നുള്ള ആ ഒരു ഫാക്റ്റ് അക്സെപ്റ്റ് ചെയ്തത് എങ്ങനെയാണ്? The toilet door was always open, giving the narrator a sense of privacy and ownership. But one morning, she found it locked and had to accept the fact that it was not hers. അതുവരെ അവൾ എല്ലായ്പ്പോഴും വരുമ്പോൾ ടോയ്ലറ്റിൻ്റെ ഡോർ ഓപ്പൺ ആയിരുന്നു. അവൾ അതിലേക്ക് പോകുന്നു. അവൾക്ക് വളരെയധികം കംഫർട്ട് ഫീൽ ചെയ്യുന്നു. തൻ്റെ ലോൺലിനെസ് അവൾ സ്പെൻഡ് ചെയ്തിരുന്നത് ഈ ഒരു ടോയ്ലറ്റിലാണ്. ഡേ ഡ്രീം കാണാനും അതുപോലെ എഴുതാനും വായിക്കാനും ഒക്കെ അവൾ ടൈം സ്പെൻഡ് ചെയ്തിരുന്നത് ടോയ്ലറ്റിലാണ്. പക്ഷേ ഒരു ദിവസം അവൾ കണ്ടെത്താണ് ടോയ്ലറ്റിൻ്റെ ഡോർ ലോക്ക്ഡാണ്. ആ സമയത്ത് ആ ഒരു മൊമെൻറ്റിൽ അവൾ അക്സെപ്റ്റ് ചെയ്യാണ്, ടോയ്ലറ്റ് എൻ്റേതല്ല, ടോയ്ലറ്റ് പോലും എൻ്റേതല്ല, ഈ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പേസാണ്, അല്ലാതെ എൻ്റെ പ്രൈവറ്റ് സ്പേസ് അല്ല എന്ന് അവൾ ആ ഫാക്റ്റ് തിരിച്ചറിയാണ്. നെക്സ്റ്റ്, റീഡ് ദ സ്റ്റോറി അഗെയിൻ ആൻഡ് ഫിൽ അപ്പ് ദ ബോക്സ് ഗിവൺ. സ്റ്റോറി വായിച്ചിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ബോക്സ് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. വേസ് ഓഫ് പാസിങ് ലേഷർ ടൈം. താഴെ 3 ക്യാരക്ടേഴ്സ് നൽകിയിട്ടുണ്ട്. അവരവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാഡം എങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നരേറ്റർ എങ്ങനെയാണ്, മൈസെൽഫ്, അതുപോലെ നമ്മളെങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മാഡം അവളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് പെയിൻറ്റിങ് ഹെർ നെയിൽസ്, നഖങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്തുകൊണ്ട്, ഹാവിങ് ടീ വിത്ത് ഹെർ ഫ്രണ്ട്സുമായിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട്, ലൈങ് ഇൻ ദ സൺ ബൈ ദ പൂൾ, സൂര്യൻ്റെ ആ ഒരു ചൂടേറ്റ് പൂളിലിങ്ങനെ കിടന്നുകൊണ്ടൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നരേറ്റർ ഇൻ ദ റൂം റീഡിങ് ഓൾ ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻസ്. റൂമിലെത്തിക്കഴിഞ്ഞാൽ നരേറ്റർ ചെയ്യുന്ന ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഓൾഡ് ന്യൂസ് പേപ്പറും മാഗസിൻസൊക്കെ വായിക്കും. ഇൻ ദ ടോയ്ലറ്റ് റീഡിങ് ഡേ ഡ്രീം ആൻഡ് റൈറ്റ്. ടോയ്ലറ്റിലെത്തിയാൽ ഡേ ഡ്രീം, ദിവാസ്വപ്നം കാണും, എഴുതും, വായിക്കും. മൈസെൽഫ്, നമ്മളെന്തൊക്കെയാണ് ചെയ്യുന്നത്, നമ്മളെങ്ങനെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം കേട്ടോ. ഗാർഡനിങ്, വാച്ചിങ് മൂവീസ്, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, അങ്ങനെ